ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 68 ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. വികരുണോപനേ സംവിഹായ മാം അപഗതോസികാത്വാമിഹ സ്പൃശേൻ ഇതി സരോഷയാതാവദേകയാ സജലലോചനം വീക്ഷിതോ ഭവാൻ. അന്വയം. അർത്ഥം. താവത് അപ്പോൾ, മാം എന്നെ, വനേ ഏകാന്തമായ കാട്ടിൽ, സംവിഹായ പരിത്യജിച്ച്, അപകത പോയി, വികരുണ കരുണയില്ലാത്തവൻ, അസി ആകുന്നു, ഇഹ ഇവിടെ, ക ഏതൊരുവൻ, ത്വാം അങ്ങയെ, സ്പൃശേത് സ്പർശിക്കും, ഇതി ഇപ്രകാരം, സരോഷയ കോപത്തോടുകൂടി, ഏകയ ഒരുത്തിയാൽ, ഭവാൻ അവിടുന്ന്, സജലലോചനം കണ്ണീരണിഞ്ഞ നേത്രത്തോടുകൂടി, വീക്ഷിത കാണപ്പെട്ടു. ഹരിയോം. സാരം. വിജനമായ വനത്തിൽ എന്നെ തനിച്ചുപേക്ഷിച്ചു അങ്ങ് പോയതിനാൽ ഇനി അങ്ങയെ ഒരു ഗോപവനിതയും തൊടുക പോലും ചെയ്യുകയില്ല. ഈ ഭാവത്തോടുകൂടി ഒരു ഗോപിക ഭഗവാനെ കോപത്തോടെ നോക്കി. ഹരിയോം. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. ഇതി മുദാകുലൈ വല്ലവീജനൈ സമമുപാഗതോ യാമുനേ തടേ മൃദുകുജാംബരൈ കൽപ്പിതാസനേ കുസൃണഭാസുരേ പര്യശോഭധാ. അന്വയം. അർത്ഥം. ഇതി പ്രകാരം, മുത സന്തോഷത്തോടുകൂടി, ആകുലൈ ദുഃഖിതകളായ, വല്ലവീജനൈ ഗോപസ്ത്രീകളോട്, സമം ഒന്നിച്ചു ചേർന്ന്, യാമുനേ യമുനയുടെ തടേ തീരത്തിൽ, ഉപാഗത എത്തിച്ചേർന്നു, മൃദു കുജാംബരൈ മാറുമറയ്ക്കുന്ന മൃദുവായ വസ്ത്രങ്ങൾ കൊണ്ട്, കുസൃണഭാസുരേ കുങ്കുമത്താൽ ശോഭിക്കുന്ന, കൽപ്പിതാസനെ നിർമ്മിച്ച ഇരിപ്പിടത്തിൽ, പര്യശോഭത അങ്ങ് ശോഭിച്ചു. ഹരിയോ. സാരം. അവർ ഭഗവാൻ ഒന്നിച്ച് യമുനാതീരത്തിലെത്തിയപ്പോൾ ഗോപവനിതകൾ തങ്ങളുടെ മൃദു പട്ടാമ്പരം കൊണ്ട് ഭഗവാനെ ഇരിപ്പിടം ചമച്ച് അതിൽ ഭഗവാൻ ഇരുന്നു. ഹരിയോ.